ഈ സെൻസർ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഒരു കർക്കശ നിലപാടിനെ പറ്റിയാണ്. ഇപ്പം നമ്മൾ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ജാനകി എന്നുള്ളത് സീതയുടെ പര്യായമാണെന്നുള്ളത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം മലയാളികളൊക്കെ അത് മറന്നു കിടക്കുമായിരുന്നു. അപ്പോൾ എങ്കിലും അതിൻ്റെ പേരിൽ പോലും ആ സിനിമയ്ക്ക് പ്രശ്നമുണ്ടായപ്പം നിങ്ങൾ സിനിമാക്കാരുടെ ഭാഗത്തു നിന്ന് കുറ്റകരമായൊരു നിശബ്ദത ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്ന് പോലും വളരെ നിസ്സംഗമായൊരു പ്രതികരണമാണ് ഉണ്ടായത്. ഇങ്ങനെ പോയാൽ നാളെ ഇവിടെ ഒരു സിനിമ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ? ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ ഇതിൽ പ്രതികരിക്കേണ്ട സിനിമാക്കാർ തന്നെയാണ്. ഇപ്പോൾ സെൻസർ ബോർഡ് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും. പക്ഷേ ഇന്നുണ്ടായിരുന്നൊരു തീവ്രമായ നിലപാട്, അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഉണ്ടാകാം, പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ അത് നിങ്ങൾ നിൽക്കണ്ടേ, അത് ശരിയാണോ? ഇപ്പം നിങ്ങളുടെ നിലപാട് ശരിയാണോ? അതാണ് എൻ്റെ ചോദ്യം. നിലപാടെന്ന് പറയുന്നത് വി ബിലീവ് ഇൻ ഒരു നമ്മളൊരു സിവിൽ ഡിസൊബീഡിയൻസ് കാണിച്ച് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം അറിയിപ്പ് പോലുള്ള സിനിമകൾക്ക് എനിക്ക് സെൻസർഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് സെൻസർഷിപ്പിൻ്റെ ആവശ്യമില്ല അറിയിപ്പിനകത്ത്. ബിക്കോസ് അറിയിപ്പ് വാസ് ഡയറക്ട്ലി എ ഫെസ്റ്റിവൽ സിനിമ ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് ഇറ്റ് വാസ് എന്താ പറയുക, ഷോക്കേസ് ഇൻ നെറ്റ്ഫ്ലിക്സ്. സോ അവിടെ എനിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതിപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റ് തന്നാലും കുഴപ്പമില്ല, അവരെന്ത് കട്ട് ചെയ്യാൻ പറഞ്ഞാലും എനിക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെൻസർ ബോർഡിന് ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത്, സെൻസർ ബോർഡ് ഇസ് ഓൾവേസ് ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷനാണ്. ദേ ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു എഡിറ്റ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ സിനിമ ഒരു കച്ചവടമായിട്ട് കാണുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ സ്റ്റേക്സ് ഇൻവോൾവ് ആണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യർ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ജനനായകനെ കുറിച്ച് പറഞ്ഞു. ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മണി, ഇറ്റ്സ് ഹ്യൂജ് മണി. ഇപ്പോൾ ഇതേ വിശ്വരൂപം എന്ന് പറയുന്ന സിനിമ, ഞാൻ എഡിറ്റ് ചെയ്തൊരു സിനിമയാണ് വിശ്വരൂപം. വിശ്വരൂപത്തിനകത്ത് സെൻസർ ബോർഡിൻ്റെ കട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞത് 95 പേജാണ്. 95 പേജ്. സിനിമയുടെ സ്ക്രിപ്റ്റ് 120 പേജേ ഉള്ളൂ. 95 പേജ് കട്ട് ലിസ്റ്റാണ്. ആ കട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ 10 മിനിറ്റേ ഉള്ളൂ. ആ സിനിമ ഇറക്കാൻ പറ്റില്ല. പിന്നെ നെഗോഷിയേഷനാണ്. സോ നമ്മളൊരു സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ഹാപ്പൻ സ്ലോലി. പതുക്കെ തുടങ്ങി ആളുകളുടെ ഓഡിയൻസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഫിലിം മേക്കേഴ്സിനകത്ത് ഒത്തിരി സ്റ്റേക്സ് ഇൻവോൾവ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രതിഷേധിച്ച് ഒരു ലെവൽ വരെ എത്തിക്കാനേ പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. അവിടെ റെസിസ്റ്റൻസ് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്ത് ദേ വിൽ റിലീസ് ആൻ അൺകട്ട് വേർഷൻ. അൺകട്ട് ആയിട്ടുള്ളൊരു വേർഷൻ വേറെ തരത്തിലുള്ള ഡൊമൈനുകളിലേക്ക് ഇടാൻ നമുക്ക് നിർബന്ധിതരാകും. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ്? പ്ലാറ്റ്ഫോംസ് പോലും സെൻസർഷിപ്പിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്.